ഇന്ന് കർത്താവിൻ്റെ സമർപ്പണ തിരുനാളാണ്. മോശയുടെ നിയമപ്രകാരം മറിയവും ജോസഫും അവരുടെ കടിഞ്ഞൂൽ പുത്രനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചതിനെ ഓർക്കുന്ന ദിവസം. ഇതൊരു പുതിയ സംഭവമൊന്നുമല്ല. ഇതിനു മുമ്പും പല മാതാപിതാക്കളും അവരുടെ കുഞ്ഞിനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അതിനുശേഷവും പലരും ദേവാലയത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഈവൻറ്റിനെ ഇത്രത്തോളം സെലിബ്രേറ്റ് ചെയ്യാൻ കാര്യം എന്താണ്? കാര്യം തിരിച്ചറിയുന്നിടത്താണ് ഈ തിരുനാളിൻ്റെ പ്രസക്തി കൂടുന്നത്. കാര്യം നിയമമാണ് ഇവരെ ദേവാലയത്തിൽ എത്തിച്ചത്. അതുകൊണ്ട് നിയമത്തിൻ്റെ സാധ്യത ഇതിനകത്തുള്ളൂ, മോശയുടെ നിയമത്തിൻ്റെ സാധ്യത. എന്നാൽ പിന്നീട് മറിയം ഇതുപോലൊരു യാത്ര നടത്തിയിട്ടുണ്ട്. അത് കാൽവരിയിലാണ്. 33-ാമത്തെ വയസ്സിൽ തൻ്റെ കുഞ്ഞിനെ ദൈവത്തിന് കാഴ്ചയർപ്പിച്ചു. അത് നിയമമല്ല, അത് സ്നേഹമാണ്. ഒരു നിയമത്തിൽ നിന്ന് സ്നേഹത്തിലേക്ക് മറിയം 33 വർഷം ചെയ്ത യാത്രയുടെ സമർപ്പണത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ കാഴ്ച സമർപ്പണം. ഇത് ദേവാലയത്തിലെ അൾത്താരയിൽ കൊണ്ട് എന്നേക്കുമായി തൻ്റെ കുഞ്ഞിനെ ദൈവത്തിന് സമർപ്പിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊരു സിംബോളിക് ഇവൻ്റാണ്. എന്നാൽ കാൽവരിയിൽ നടത്തിയത് സിംബോളിക് ഇവൻ്റ് അല്ല, അത് ജീവൻ കൊടുത്തുള്ള അർപ്പണമാണ്. അതാണ് ഡിഫറൻസ്, അതാണ് അതിൻ്റെ ബ്യൂട്ടി. യേശുവിനെ പൂർണ്ണമായും ഒരമ്മ നഷ്ടപ്പെടുത്താൻ തയ്യാറായതിൻ്റെ കാഴ്ചയർപ്പണമാണ് ഇന്ന് നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കാനുള്ള കാരണമായി മാറിയത്. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും സെയിം മെത്തഡോളജി കൂടെ പോയിട്ടുണ്ട്. ജ്ഞാനസ്ഥാനത്തിൽ നമ്മുടെ മാതാപിതാക്കളും ദേവാലയത്തിൽ നമ്മളെ കാഴ്ചവെച്ചിട്ടുണ്ട്. അങ്ങനെ യേശുവിനെ പോലെ കാഴ്ചയർപ്പിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ചോദ്യം ഇതാണ്, അന്ന് നഷ്ടപ്പെടുത്താൻ തയ്യാറായ അമ്മ മനസ്സിനെ നമ്മൾ ഇന്ന് എത്രത്തോളം നമ്മൾ നഷ്ടപ്പെടാൻ തയ്യാറാകുന്നുണ്ട്? നമ്മൾ എത്രത്തോളം നമ്മളെ തന്നെ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നുണ്ട്? നിങ്ങൾ ഇക്കാലം അത്രയും ദൈവത്തിന് വേണ്ടി നഷ്ടമാക്കിയതിൻ്റെ കണക്കെന്താണ്? നമ്മൾ ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും നന്മയുടെയും ഒക്കെ കണക്കുകൾ അതിൽ കൂട്ടിക്കോ, കുഴപ്പമില്ല. പക്ഷെ എങ്ങനെ കൂട്ടിയും കുറച്ച് നോക്കിയാലും എന്തൊക്കെ നഷ്ടപ്പെടുത്തിയെന്ന് പറയാനുള്ളൊരു ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സമർപ്പണ തിരുനാൾ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്, നിങ്ങൾ കർത്താവിന് വേണ്ടി എന്താണ് നഷ്ടമാക്കിയത്? ഒന്ന് കണ്ണടച്ച് നോക്കിയിട്ട് ഇക്കാലം അത്രയും ചെയ്ത ജീവിതത്തിൻ്റെ യാത്രക്കിടയിൽ കർത്താവിന് വേണ്ടി ഗൗരവകരമായി എന്താണ് നഷ്ടമാക്കിയെന്നൊരു ചോദ്യത്തിനിടയിൽ നമ്മളുടെയൊക്കെ ഉത്തരങ്ങൾ എവിടെ നിൽക്കുന്നോ അവിടെയാണ് നമ്മുടെ സമർപ്പണം പൂർത്തിയാകുന്നത്. ഇന്ന് പ്രത്യേകമായിട്ട് സന്യസ്തരെ ഓർക്കുന്ന ദിവസമാണ്. ഈ ഭൂമിയിൽ ഒരു 16-ാമത്തെ ഇളം പ്രായത്തിൽ ദൈവത്തിന് വേണ്ടി തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പുറപ്പെട്ട ഓരോ സന്യസ്തരും ഈ ദിവസത്തിൻ്റെ ഏറ്റവും ധന്യത ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവരൊക്കെ ഈ ചോദ്യത്തിന് മുമ്പിൽ തല ഉയർത്തുന്ന ഉത്തരം പറയണം, ഞങ്ങൾ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു. അങ്ങനെ ഏതൊരു ജീവിതത്തിനിടയിൽ നിന്നുകൊണ്ടും തൻ്റെ ജീവിതം പറഞ്ഞ വാക്കിനും നൽകിയ പ്രവൃത്തിക്കുമൊത്ത് ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ കർത്താവിൻ്റെ സമർപ്പണത്തിന് യോഗ്യരാണ്. കർത്താവിൻ്റെ സമർപ്പണത്തിന് ഏറ്റവും അഭിമാനത്തോടെ ആഘോഷിക്കേണ്ടവരാണ്. പ്രിയമുള്ളവരെ, ഒരു ചോദ്യത്തിന് മുമ്പിലാണ് നമ്മളെല്ലാവരും ഇപ്പോഴും കുടുങ്ങി നിൽക്കുന്നത്. കർത്താവിന് വേണ്ടി ഇക്കാലം അത്രയും എന്താണ് നഷ്ടമാക്കിയത്? ആ സമർപ്പണം എങ്ങനെയാണ് ഈ ഭൂമിയിൽ നിവർത്തിച്ച് കാട്ടിയത്? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.